കൃഷ്ണ ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പിന്നീട് ശാലിനിയുടെ അടുത്തേക്ക് വന്ന് അനുപല്ലവി ചോദിക്കുന്നുണ്ട്, എന്താ മാഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഓരോരോ പ്രശ്നമായിട്ട് രാവിലെ വന്നോളും. ഒന്നാമത് ഞാൻ ആകെ ടെൻഷനിലിരിക്കുകയാണ്. കണ്ടില്ലേ പുറത്തുള്ളത് വിഷ്ണുവേട്ടൻ വേഷത്തിൽ എന്ന് പറയുമ്പോൾ ആ ഒരു വേഷം കണ്ടപ്പോൾ ഞാനും ഒന്ന് ഷോക്കായി പോയി. ഇത് നമ്മളറിയാതെ ഉള്ള നിയമനമാണ്, ഇത് കരാറടിസ്ഥാനത്തിലുള്ളതല്ലേ, അപ്പോൾ ഒരു പ്രൈവറ്റ് സിസ്റ്റത്തിൽ നിന്ന് പോകുന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ അറിയാതിരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ആകെ ടെൻഷനിലൊക്കെയാണ്. ഈ സമയത്ത് ഈ ജോൺ എബ്രഹാമും ആ നേരത്തെ വന്ന ആളും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം, കളക്ടർ മുട കാണിക്കുന്നതാണ് എന്നൊക്കെ ഈ ജോൺ എബ്രഹാം പറയുമ്പോൾ വിഷ്ണു അവിടെ നിന്ന് കാറ് തുടക്കുകയൊക്കെ ചെയ്യുകയാണ്. അന്നേരം കൂടെ വന്നയാൾ വിഷ്ണുവിനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ഇതേതാ ഈ പുതിയ അവതാരം എന്നിങ്ങനെ ജോൺ എബ്രഹാം ചോദിക്കുമ്പോൾ എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് എവിടെയോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു എന്താ ഈ വേഷത്തിൽ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനിപ്പോൾ ഇവിടുത്തെ ഡ്രൈവറാണ് എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ കൊള്ളാമല്ലോ, ഭാര്യയ്ക്ക് ഡ്രൈവറായിട്ട് ഭർത്താവോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവും അയാളും കൂടി എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അന്നേരമാണ് ജോൺ എബ്രഹാമിന് വിഷ്ണു പിന്നെ ശാലിനിയുടെ ഭർത്താവാണ്, അല്ല ഡ്രൈവറായിട്ട് വിഷ്ണു ആണ് എന്നുള്ളത് മനസ്സിലാകുന്നത്. അന്നേരം അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി കളക്ടറേറ്റ് വധിക്കാനുള്ള ശ്രമത്തിലാണല്ലേ, ഇത് കലക്കി മറിച്ച് ഞാൻ കൈ തരും എന്നിങ്ങനെ ജോൺ എബ്രഹാം മനസ്സിനകത്ത് പറയുന്നുണ്ട്. ഈ സമയം അവിടെ കുടുംബശ്രീ വീട്ടിലെ ശാരദാമ്മ ഹോട്ടലിലെ തിരക്കിലൊക്കെയാണ്. ശാരികയുമുണ്ട്. ഈ സമയത്ത് കുറുപ്പ് സാർ എത്തുന്നുണ്ട്. അന്നേരം ശാരികയെ കണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. രാജീവില്ലേ, എന്നെ എപ്പോഴും കണ്ട സംസാരിക്കാതെ വിടില്ല എന്നൊക്കെ പറയുമ്പോൾ സ്ഥലത്തില്ല, വിദേശത്താണെന്നിങ്ങനെ ശാരിക വിഷമത്തോടെ പറയുകയാണ്. അന്നേരം അത് നല്ലത് തന്നെയാണ്, അറിവുള്ളവർക്കേ പറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അപ്പോൾ നല്ലതാണെന്നൊക്കെ പറയും. സുഖം ശാരികയ്ക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം സുഖം കൂടിപ്പോയത് കൊണ്ടാണ് അവൾ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്നത് എന്നിങ്ങനെ ശാരദാമ്മ പതിയെ പറയുന്നുണ്ട്. തുടർന്ന് ഒരു ചായ എടുക്കുമെന്ന് പറയുമ്പോൾ ശാരദാമ്മ ആകെ വിഷമത്തിലാണ്, ശാരികയുടെ കാര്യം ആലോചിച്ചിട്ടാണ്. എന്നിട്ട് ചായ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അതേസമയം കുറുപ്പ് സാറ് ശാരികയുടെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ വരുന്ന വഴിക്ക് കായൽ തീരത്ത് വലിയ ആൾക്കൂട്ടം എന്ന് പറയുമ്പോൾ എന്താ സിനിമാ ഷൂട്ടിംഗ് വല്ലതും നടക്കുന്നുണ്ടോ എന്ന് ശാരിക ചോദിക്കുന്നുണ്ട്. അന്നേരം അതല്ല, ഒരു ചെറുപ്പക്കാരൻ്റെ ശവം പൊങ്ങി എന്നിങ്ങനെ പറയുമ്പോഴാണ് ശാരദാമ്മ ചായയുമായിട്ട് വരുന്നതും. അത് കേട്ട് ശാരദാമ്മ പെട്ടെന്ന് ആ ഒരു മൈൻഡ് അങ്ങ് മാറുകയാണ്. ശാരദാമ്മയുടെ നസീറിൻ്റെതാണ് എന്ന് ഊഹിച്ചുകൊണ്ട് കയ്യിൽ നിന്നും ഗ്ലാസ് ചായയോട് കൂടി അങ്ങ് താഴേക്ക് വീഴുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ്. അന്നേരം അമ്മ മാറി നിൽക്ക്, ചില്ല് കാലി തറയ്ക്കണ്ട, ഞാൻ വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ശാരിക പെറുക്കി എടുക്കുന്നുണ്ട്. അന്നേരവും കുറുപ്പ് സാറ് പക്ഷേ അത് പറയുന്നുണ്ട്, ഏതോ നല്ല വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നു, പിന്നെ പോലീസ് നയവും ഒക്കെ എത്തിയിട്ടുണ്ട്, ഞാൻ അവിടെ അധികം സമയം നിന്നില്ല, എനിക്ക് പണ്ടേ ഇങ്ങനെയുള്ള കാഴ്ച കാണുന്നതെന്നും പിന്നെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കും, പിന്നെ എന്തോ തലയ്ക്ക് എന്തോ കൊണ്ടുള്ള അടി കൊണ്ടുള്ള മുറിവുണ്ടെന്ന് അവരൊക്കെ പറയുന്നത് കേട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാരദാമ്മയാണെങ്കിൽ ആ നസീർ ഇങ്ങനെ കാലുതെറ്റി വീണതും തലയിടിച്ചതും ഒക്കെ ഓർമ്മിക്കുന്നുണ്ട്. എന്നിട്ട് കായൽ തീരവും അവിടെ ഇങ്ങനെ ശവം പൊങ്ങിയതും ഒക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കാണുകയാണ്. അന്നേരം ആകെ പേടിച്ചിങ്ങനെ ശാരദാമ്മ അങ്ങോട്ട് മാറുന്നുണ്ട്. അന്നേരം ശാരദാമ്മയെ ചായ എന്നിങ്ങനെ കുറുപ്പ് സാർ വീണ്ടും ചോദിക്കുമ്പോൾ മോളെ സാറിനൊരു ചായ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം കുറുപ്പ് സാർ പറയുന്നുണ്ട്, പാവം ശാരദാമ്മ ഇങ്ങനെയുള്ള അതൊന്നും കേൾക്കുന്നത് ആ പാവത്തിനെ കൊണ്ട് താങ്ങാൻ കഴിയില്ല എന്ന് കുറുപ്പ് സാർ അതുകൊണ്ടാണെന്നാണ് വിചാരിക്കുന്നത്. ഈ ശാരദാമ്മയുടെ പതിവില്ലാത്ത വെപ്രാളം അവരാരും കണക്കിലെടുക്കുന്നില്ല. പുറത്തേക്ക് വന്ന ശാരദാമ്മയാണെങ്കിൽ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ മുറ്റത്തേക്ക് ഗോപാലകൃഷ്ണൻ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം നസീറിൻ്റെ ശവം അവിടെ പൊങ്ങിയ കായൽ തീരത്ത് പോലീസൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആകെ വെപ്രാളമാണ്. അന്നേരം ഒരു പോലീസ് നയം ഇവിടേക്ക് കയറില്ല എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ അത് നസീറിൻ്റെ ആണെന്ന് നിന്നോട് ആരാ പറഞ്ഞാൽ ചോദിക്കുന്നുണ്ട്. അന്നേരം കായലിൽ താഴ്ത്താതെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു, കുഴിച്ചിട്ടോ, എന്നോട് പറയുമെന്നും പറഞ്ഞ് ശാരദാമ്മ ഇടന്നങ്ങ് ബഹളം വയ്ക്കുകയാണ്. എന്നോട് പറയാതെ ഞാൻ ഇവിടെ നിന്ന് ഒരടി മാറില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ പക്ഷേ പറയാനായിട്ട് വരുമ്പോൾ ഈ സമയത്ത് ഓട്ടോയിൽ ശ്യാമ അവിടേക്ക് വരുന്നുണ്ട്. അച്ഛനും അമ്മയും എന്തോ കാര്യമായി ചർച്ചയിലാണല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശ്യാമ ഓട്ടോയിൽ നിന്ന് വരുന്നത്. അന്നേരം ഒന്നുമില്ല, നീ എന്താ വിളിക്കുക പോലും ചെയ്യാതെ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ശാരികേച്ചി വന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ, എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ ഒന്നും പറയാൻ നിൽക്കുമ്പോൾ എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യ, സുഖമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ അങ്ങ് പെട്ടെന്ന് പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ വല്യേച്ചി എവിടെയും ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശാരികയാണെങ്കിൽ അകത്തു നിന്നും കാണുന്നുണ്ട്, അയ്യോ ശ്യാമയെന്ന് പറഞ്ഞിട്ട് ഓടി ഇറങ്ങി വരികയാണ്. അന്നേരം വല്യേച്ചി എന്ന് പറഞ്ഞ് ശ്യാമയും ചെല്ലുന്നുണ്ട്. രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം നിന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ എന്നിങ്ങനെ ശാരിക പറയുമ്പോൾ അതല്ലേ ഞാൻ അപ്പോഴത്തേക്കും വന്നത്, അതാണ് രക്തബന്ധം, വാ പറയട്ടെ എന്ന് പറയുന്നുണ്ട്. ശാരിക ശ്യാമയുടെ നെറ്റിയിലേക്ക് മുത്തൊക്കെ കൊടുക്കുന്നുണ്ട്. തുടർന്ന് ശാരികയാണെങ്കിൽ ശ്യാമയും കൂട്ടിക്കൊണ്ട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്നും ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, നസീറിന്റെ ബോഡി അത് എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല, ഞാൻ തീ ചവിട്ടിയാണ് ഇവിടെ നിൽക്കുന്നത്, എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയെങ്കിലും അത് എന്ത് ചെയ്തു നിങ്ങൾ പറഞ്ഞേ മതിയാകൂ എന്ന് പറയുമ്പോൾ
പിന്നെ ശാരദാമ്മയെന്ന് ഹോട്ടലിൽ നിന്ന് കുറുപ്പ് സാർ വിളിക്കുന്നുണ്ട്. അന്നേരം കുറുപ്പ് സാറിന്റെ ശബ്ദമല്ലേ കേൾക്കുന്നത്. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും, ഇവിടെ ഒന്നും സംഭവിച്ചില്ല, അത് നസീറിന്റെ ബോഡിയൊന്നും അല്ല, വേറെ ആരുടേതാണ്, നമ്മളൊന്നും കണ്ടിട്ടുമില്ല, വേറൊന്നും സംഭവിച്ചിട്ടുമില്ല, അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറുപ്പ് സാറിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനാണെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ഈശ്വരാന്നും പറഞ്ഞ് ആകെ ടെൻഷനിൽ ശാരദാമ്മ നിൽക്കുകയാണ്. ഈ സമയത്ത് അവിടെ IG ഓഫീസിലേക്കാണെങ്കിൽ പിന്നെ നസീറിൻ്റെ വാപ്പ എത്തുന്നുണ്ട്. അന്നേരം ചെല്ലുമ്പോൾ ഈ ഹമീദിനാണെങ്കിൽ നസീറിൻ്റെ വാപ്പയെ കാണുമ്പോൾ തന്നെ ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട്. അന്നേരം ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് തനിക്കറിയാം, എനിക്കൊരു ഉത്തരം കിട്ടിയേ മതിയാകൂ, എൻ്റെ മകൻ എവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം എടോ അന്വേഷിച്ചു, ഞാനാണെങ്കിൽ നസീറിൻ്റെ കൂട്ടുകാരെയും എല്ലാവരെയും പോകാനുള്ള സ്ഥലങ്ങളും താമസിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും ഒക്കെ അന്വേഷിച്ചു. പക്ഷേ എങ്ങൊന്നും ഒരു തെളിവും ഇതുവരെ എങ്ങും എത്തിയതായിട്ടും കിട്ടിയിട്ടില്ല. പിന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ, നസീറിൻ്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതൊക്കെ അന്വേഷിച്ച് പോയാൽ കേസ് വേറെ ലെവലിലെത്തും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ നസീറിൻ്റെ വാപ്പയ്ക്ക് ആകപ്പാടെ വിഷമം വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വന്നത് കായൽക്കരയുടെ ഒരു ബോഡി തൻ്റെ പോലീസുകാർക്ക് സംശയം അത് നസീറിൻ്റെ ആണോ എന്ന്, അത് ഞാൻ പോയി നോക്കി, അവനല്ല എന്ന് കണ്ടിട്ടാണ് വരുന്നത്, അതിലെനിക്കൊരു ആശ്വാസമുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് നസീറിൻ്റെ വാപ്പയും കരയുകയാണ്, കണ്ണാടിയൊക്കെ ഇങ്ങനെ ഓരുന്നുണ്ട്. എൻ്റെ മകൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനോടകം എൻ്റെ മകൻ എൻ്റെ അടുത്ത് എത്തിയണേ എന്ന് പറഞ്ഞിട്ട് കരയുകയാണ്. അന്നേരം ഹമീദ് പറയുന്നുണ്ട്, ഈ കേസിൽ എനിക്ക് വിഷമമുണ്ട്, ഇത്രയും വലിയൊരു പൊസിഷൻ ഇരുന്നിട്ടും തന്നെ സഹായിക്കാൻ പറ്റാത്തതിൽ വലിയ വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ നസീറിൻ്റെ അപ്പോൾ പിന്നീട് അതൊക്കെ മാറുന്നുണ്ട്, സങ്കടമൊക്കെ മാറുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, താൻ എന്തോടാ വിഷ്ണുവിൻ്റെ പുറകെ പോകാത്തതെന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് ഈ കേസുമായിട്ട് എന്താ ബന്ധം, വിഷ്ണുവിന് നസീറിനെ കൊല്ലേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അത് അന്ന് രാത്രി പിന്നെ നസീർ അവിടെ ചെന്ന ദിവസമല്ലേ വിഷ്ണുവിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നൂർജഹാനെ രക്ഷിച്ചുകൊണ്ട് പോകാൻ നേരം അവർ തമ്മിൽ എന്തെങ്കിലും മൽപ്പിടുത്തം ഉണ്ടായോ, ആ സമയം മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, താൻ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയുമ്പോൾ ഇതൊക്കെ വെറും ഊഹാപോഹങ്ങൾ മാത്രമല്ലേ, നമ്മുടെ കയ്യിൽ തെളിവൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ഹമീദ് വീണ്ടും ചോദിക്കുമ്പോൾ തെളിവില്ലെങ്കിൽ ഉണ്ടാക്കണം, തന്നെയൊക്കെ ആരാടോ പോലീസിലെടുത്തത്, അവനെ പിടിച്ച് നന്നായിട്ടൊന്ന് ലോക്കപ്പിലിട്ട് ചോദ്യം ചെയ്താൽ അവൻ സത്യങ്ങളെല്ലാം തുറന്ന് പറയും, ഇല്ലെങ്കിൽ പറയിപ്പിക്കണം എന്നിങ്ങനെ നസീറിൻ്റെ ആ ഒരു വിഷമത്തിലും ദേഷ്യത്തിലും ഒക്കെ പറയുമ്പോൾ IG എന്തോ ഇങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച പോലെ നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ സത്യയും പപ്പിയും ആണെങ്കിൽ സ്കൂൾ വിട്ടിട്ട് വിഷ്ണു വരുന്നതും കാത്തിരിക്കുകയാണ്. ഈ അച്ഛൻ എന്താ വരാത്തത് എന്ന് പറഞ്ഞിങ്ങനെ സത്യ പറയുമ്പോൾ ഓട്ടം വല്ലതും കിട്ടിക്കാണുമെന്ന് ഇങ്ങനെ പപ്പി പറയുന്നുണ്ട്. ഇന്നിങ്ങ് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ സത്യ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ഓട്ടോ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് രാഘവൻ നായരാണ് ഇറങ്ങി വരുന്നത്. അന്നേരം പപ്പി പറയുന്നുണ്ട്, ദേ ആരാ വരുന്നത് നോക്കിക്കേ എന്ന് പറയുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ ഓടിച്ചെന്ന് അച്ചച്ചാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരമാണെങ്കിൽ തുടർന്ന് ഞാൻ സംശയിച്ചാണ് വന്നത്, മകള് പോയി കാണുമെന്നുള്ളത് എന്ന് പറയുമ്പോൾ അച്ഛൻ എന്തിനാ വന്നത്, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം സുഖമൊക്കെ തന്നെ, മക്കളെമാരെ ഒന്ന് കാണണമെന്ന് തോന്നി, അച്ഛൻ നോക്കി കാണുമായിരുന്നു, ഈ ഒരു സ്നേഹമൊക്കെ എപ്പോഴും കാണണം കേട്ടോ, വളർന്നു വരുമ്പോഴും നിങ്ങളുടെ കൂട്ട് ഒരിക്കലും മാറരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ പോയി കാണുമെന്നൊക്കെ സംശയിച്ചാണ് ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞാൽ ബെഞ്ചിലേക്ക് രാഘവൻ നായർ ഇരിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിനിയിപ്പോൾ എങ്ങനെ പോകുമെന്ന് ചോദിക്കുമ്പോൾ സത്യ പറയുന്നുണ്ട്, അത് അച്ഛൻ ഓട്ടോ ആയിട്ട് വരുമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം പക്ഷേ അവരവിടെ വേറെ ഒന്നും നോക്കുന്നില്ല, അങ്ങ് പെട്ടെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അന്നേരം രാഘവനായർക്കൊരു സംശയം, സത്യയുടെ അച്ഛൻ ദുബായിലെങ്ങാണ്ടല്ലേ, ഇപ്പോൾ നാട്ടിൽ ഓട്ടോ ഓട്ടിക്കുന്നു എന്ന് പറഞ്ഞാന്ന് പറഞ്ഞ് രാഘവൻ നായർ ഇങ്ങനെ സംശയിക്കുകയാണ്. അന്നേരമാണ് ഈ ഓട്ടോ വരുന്നത്. അന്നേരം അച്ഛൻ ദേ വരുന്നു എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ ശ്രദ്ധിക്കുമ്പോൾ അത് ഓട്ടോശ്രീ വിഷ്ണുവിൻ്റെ ഓട്ടോയാണ് വരുന്നത്. അന്നേരം രാഘവൻ നായർ അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്, അത് വിഷ്ണുവിൻ്റെ ഓട്ടോയാണല്ലോ, അപ്പോൾ ഇതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്, അതെ മക്കളെ പിന്നെ അച്ഛൻ വന്നാരും പറയണ്ട കേട്ടോ, അച്ഛൻ അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ഈ കുട്ടികൾ സമ്മതിക്കുന്നുണ്ട്, എന്തോ പറ്റിക്കാനാണെന്നുള്ള രീതിക്ക്. പക്ഷേ അവിടെ വിഷ്ണു അച്ഛനാണെന്നുള്ള രാഘവൻ നായർക്ക് അറിയില്ല എന്നുള്ളതൊന്നും ഈ സത്യയും പപ്പിയും ഒന്നും ആലോചിക്കുന്നില്ല. രാഘവൻ നായർ അങ്ങോട്ടത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് കമലിന് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയ്യേ കമലിനങ്കിൾ എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. അന്നേരം കമലിനാണെങ്കിൽ ഓടിച്ചാടിയൊക്കെ ഒന്ന് അങ്ങോട്ട് വന്നിട്ട് രണ്ടുപേരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും ബാഗ് എടുത്ത് തോളിലേക്ക് ഇടുന്നുണ്ട്. വാ പോകാമെന്ന് പറയുകയാണ്. അന്നേരം അച്ഛൻ എന്താ വരാതിരുന്നത് എന്നിങ്ങനെ സത്യ ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് കമലൻ പറയുന്നുണ്ട്, അച്ഛനെ പുതിയതായിട്ടൊരു ജോലി കിട്ടി, അതുകൊണ്ട് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഈ കമലിനായിരിക്കും, കമലൻ ടാക്സി എന്നൊക്കെ പറഞ്ഞ് വാ വന്നേന്ന് വിളിക്കുകയാണ്. അന്നേരം ഇല്ല വരില്ല, അച്ഛനായിട്ടൊരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചു
വിചാരിച്ചതാണ്, വരില്ല എന്നൊക്കെ പറയുകയാണ്. അന്നേരം കമലം പറയുന്നുണ്ട്, ആണോ എങ്കിൽ പിന്നെ അച്ഛൻ്റെ കൂടെ ഒന്ന് ഫോൺ വിളിച്ച് തരാം, ഇപ്പോൾ ടെക്നോളജിയൊക്കെ മാറിയില്ലേ, അപ്പോൾ നിങ്ങൾ ആ പരാതി ഇങ്ങ് പറഞ്ഞ് തീർക്ക്, സ്പീക്കറിലിട്ട് തരാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും രാഘവൻ നായരാണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ രാഘവൻ നായർ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ സംശയിച്ചതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ മകൾ തന്നെയാണ് സത്യ. ഇതിപ്പോൾ എത്രയും പെട്ടെന്ന് ഫാമയെ അറിയിക്കണമല്ലോ, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും, അതിപ്പോൾ എന്താ വഴിയെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവിടെ കമലിനാണെങ്കിൽ ഫോൺ ചെയ്യുന്നത്. ഞാൻ സ്പീക്കറിലിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ ഫോൺ ചെയ്തിട്ട്, ഹലോ ആശാനെ, ഇവിടെ സത്യമോളാണെങ്കിൽ അച്ഛനെ കാണാത്തതിൽ പിണങ്ങി നിൽക്കുകയാണ്, ഒന്ന് പറഞ്ഞേ, ഞാൻ സ്പീക്കറിലിട്ടു എന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ, ഹലോ സത്യമോളെ, അച്ഛൻ്റെ തങ്കക്കുടമല്ലേ, എന്തിനാ പിണങ്ങി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രാഘവൻ നായരുടെ കണ്ണൊക്കെ ഇങ്ങ് നിറയുകയാണ്. അന്നേരം അച്ഛന് പിന്നെ വരാൻ പറ്റാത്തതുകൊണ്ടല്ലേ, ഇപ്പോൾ കമലിൻ്റെ അങ്കിളിനോട് പിന്നെ നമുക്ക് ഒരുമിച്ച് കറങ്ങാൻ പോവാം, എന്താ പോരെ ചോദിക്കുമ്പോൾ ആ ശരി എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർക്ക് അങ്ങ് മനസ്സ് സന്തോഷം കൊണ്ട് കണ്ണൊക്കെ അങ്ങ് നിറയുകയാണ്. അന്നേരം അപ്പോൾ പിന്നെ പോവാമല്ലോ, ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ, വന്നേ എന്നിങ്ങനെ കമലം വിളിക്കുമ്പോഴാണ് രാഘവൻ നായർ ആ ജനലിൽ കൂടി ഇങ്ങനെ നോക്കുന്നത്. അന്നേരം രാഘവൻ നായരെ കമലം പെട്ടെന്ന് കാണുന്നുണ്ട്. ആഹാ, കൊച്ചുകളെ കാണാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നോ, ഇങ്ങ് പോരാ എന്നിങ്ങനെ കമലം പറയുകയാണ്. അന്നേരം രാഘവൻ നായർ ആ ഒരു സന്തോഷത്തിൽ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ സത്യയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ കമലിനും അവിടെ ചിന്തിക്കുന്നില്ല, ആ ഒരു പിന്നെ കാര്യം പറഞ്ഞത് എന്താണെന്ന് അവിടെ പ്രത്യേകിച്ച് ഓർക്കുന്നുമില്ല. തുടർന്ന് രാഘവൻ നായരാണ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. സത്യയെ ശ്രദ്ധിച്ച് തന്നെ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് സത്യ ഇങ്ങനെ അടിമുടി നോക്കുന്നുണ്ട്. എന്നിട്ട് വാ മോളെ എന്നും പറഞ്ഞിങ്ങനെ ബെഞ്ചിലേക്ക് ഇരുന്നിട്ട് രാഘവൻ നായർ കുട്ടിയെ ചേർത്തങ്ങ് പിടിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. നീ വിഷ്ണുവിൻ്റെ ചോരയാണെന്ന് തിരിച്ചറിയാനായിട്ട് ഈ അച്ഛൻ വൈകിയല്ലോ മോളെ എന്ന് പറഞ്ഞ് ചേർത്ത് കെട്ടിപ്പിടിച്ചങ്ങ് കരയുന്നുണ്ട്. എന്നിട്ട് നെറ്റിയിലേക്ക് മുത്തമൊക്കെ കൊടുക്കുകയാണ്. അന്നേരം കമലിനും പപ്പിക്കും ഒക്കെ നോക്കി സങ്കടം വരുന്നുണ്ട്. പക്ഷേ കമലിന് എന്തുദ്ദേശിച്ചാണ്, പപ്പിയെ ഉദ്ദേശിച്ചാണോ കൊച്ചുമകളെ കാണാനായിട്ട് വന്നതെന്ന് പറഞ്ഞത് എന്നവിടെ കാണിക്കുന്നില്ല. അതോ ഇനി വിഷ്ണുവിൻ്റെ മകളാണെന്നുള്ളത് രാഘവൻ നായർക്ക് അറിയാമെന്ന് കരുതിയിട്ടാണോ പറയുന്നതെന്ന് കാണിക്കുന്നില്ല. തുടർന്നാണെങ്കിൽ പിന്നെ പറയുന്നുണ്ട്, കമലം പറയുകയാണ്, അല്ല അച്ഛനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം, ഓട്ടോയിൽ കൊണ്ടാക്കാം എന്ന് പറയുമ്പോൾ വേണ്ട, നീ കുട്ടികളെ കൊണ്ടുപോയിക്കോ, എനിക്ക് 1-2 പേരെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ സത്യം കെട്ടിപ്പിടിക്കുന്നുണ്ട്, മുത്തമൊക്കെ കൊടുക്കുകയാണ്. തുടർന്ന് മക്കൾ പൊയ്ക്കോ എന്ന് പറയുകയാണ്. തുടർന്ന് കമലിനാണെങ്കിൽ ആ സ്റ്റിക്ക് എടുത്ത് രാഘവനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛന് വീട്ടിലേക്ക് പോകുന്ന സമയമാകുമ്പോൾ എന്നെ വിളിച്ചാൽ ഞാൻ കൊണ്ടാക്കാം എന്ന് പറയുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ തല ഉലുക്കുന്നുണ്ട്. തുടർന്ന് കമലിൽ ഈ 2 കുട്ടികളെയും വിളിച്ചുകൊണ്ട് ഓട്ടോയിൽ കയറി ഓട്ടോ അടുത്തേക്കും പോകുന്നുണ്ട്. അന്നേരവും രാഘവൻ നായർ അങ്ങ് നോക്കുകയാണ്, കുട്ടിയെ തന്നെ നോക്കുന്നുണ്ട്, ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ കരയുന്ന കണ്ണടയൊക്കെ ഇങ്ങനെ ഉരിയിക്കുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ തന്നെ രാഘവൻ നായർ സത്യഭാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, എനിക്ക് നിന്നോട് സന്തോഷമുള്ളൊരു വർത്തമാനം പറയാനുണ്ട് എന്നുള്ളത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഇനി രാഘവൻ നായർ മറന്നു പോകുമോ എന്തോ, അത് ഇവിടെ ഒരു സംശയം രാഘവൻ നായർ അവിടെ പറയുന്നുണ്ട്, ഞാൻ ഇനി മറന്നു പോകുമോ എന്നുള്ളത്. പക്ഷേ അവിടെ സത്യഭാമ ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ രാഘവൻ നായർ ശ്രദ്ധിച്ച് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. മറന്നു പോയില്ലെങ്കിൽ രാഘവൻ നായർ ഉറപ്പായിട്ടും പറയും. പിന്നെ അതെന്താണെന്ന് അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. അതേപോലെ അവിടെ ജോൺ എബ്രഹാം എന്തായാലും വിഷ്ണുവിനും ശാലിനിക്കും വേണ്ടി ഒരു പണിയോട് ഈ ശാലിനിയെ അപകടപ്പെടുത്താനോ എന്തോ ഒരു പണി അവിടെ നോക്കും. ആ സമയത്തിനോടകം സത്യഭാമയുടെ അറിയുമായിരിക്കും സത്യ മകളാണ് എന്നുള്ളതൊക്കെ. അടുത്തടുത്ത എപ്പിസോഡുകൾ കാണാം. ഓക്കെ, താങ്ക് യു.